എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മത്രയിലോട്ടാട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകണം. അപ്പോൾ പോകുമ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റൊക്കെ ഉള്ളതെടുത്ത് താഴെ ബലദിയ ഡ്രമ്മിലിടാം. പിന്നെയെന്ന് പറഞ്ഞാൽ കോഫി ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഫി ഇട്ടുകൊണ്ട് പോയിട്ട് പോകുന്ന വഴിക്ക് ക്രീം ബണ്ണും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ ആ കാര്യം അങ്ങ് വിട്ടുപോയി. പിന്നെ ഞങ്ങൾ കോഫിയും കൊണ്ട് നേരെ കടൽ തീരത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം മത്രയിലെ കടൽ എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഭംഗിയാണ്. അവിടെ പോയി ഇരിക്കാനും അതേപോലെ അവിടുത്തെ ഒരു കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കേട്ടോ. കുറേ മലകൾ, അതിൻ്റെ താഴെ ഇങ്ങനെ കടൽ, പിന്നെ അവിടെ പോർട്ടും കൂടെ കേട്ടോ. അപ്പോൾ കപ്പലുകളെല്ലാം ഇഷ്ടം പോലെ ഇങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. ചിലപ്പം ഒരു 3-4 കപ്പൽ എന്തായാലും അവിടെ കാണാതിരിക്കില്ല കേട്ടോ. അപ്പം അതേപോലെ തന്നെ വലിയൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല കളറാണ്, അതായത് കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട് മഴവില്ല് പോലെയൊക്കെ ആക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ അത് കാണാനും ഒരു നല്ല മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയ കാപ്പിയൊക്കെ ദേ ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചുകൊണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ചുകൂടാ കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിവതും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഞാൻ പോയപ്പോൾ 2 ഉടയുന്ന ഗ്ലാസ് ചെറുതെടുത്തുകൊണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ പോകുമ്പോൾ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ പാത്രമോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ കടൽ തീരത്ത് ഇരുന്ന് നല്ല ചൂട് കാപ്പിയൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഞാൻ ആ കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയെല്ലാം വലിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി നിന്ന് കാപ്പിയൊക്കെ കുടിക്കുക. അപ്പോൾ ഐശ്വര്യക്കും അതിക്കുട്ടനും കാപ്പി അത്ര ഇഷ്ടമല്ല. പക്ഷേ അന്ന് ഇട്ടുകൊണ്ട് പോയ കാപ്പി അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും കുറേശ്ശെ കാപ്പി കുടിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ ഇട്ടേക്കുന്ന അവിടെ കടലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം ഒരുപാട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇട്ടേക്കുന്ന കല്ല് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ ഒരു കക്ക പോലത്തെ ഒരു ജീവിയായിരുന്നു. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അതിലെല്ലാം നിറയെ ഇങ്ങനെ ഞണ്ടുകൾ, ഇഷ്ടം പോലെ ഞണ്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിരിക്കുട്ടൻ ഒരു ഇച്ചിരി കാപ്പിയൊക്കെ അവൻ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ ആ പുൽപ്പരപ്പിലൊക്കെ ഇങ്ങനെ നടന്ന് ഓടിച്ചാടി കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വാട്ടർ ഫൗണ്ടൻ്റെ അടുത്തോട്ടൊക്കെ പോയി. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പൂസും അതിരിക്കുട്ടനും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അതിരിക്കുട്ടനെ അപ്പൂസ് നടത്തിച്ചിട്ട് നല്ലതാണ് അവിടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടുന്ന് തന്നെ കുറച്ച് അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് താഴെ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും താഴെ ഉണ്ടല്ലോ ഒരു കൂട്ടം മീനുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം. അപ്പം ഈ കാണുന്നതുണ്ടല്ലോ സോളാർ പാനൽ വെച്ചിട്ടുള്ള ബെഞ്ചാണ്. അപ്പം അവിടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ ചാർജൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെഞ്ചിലോട്ട് വെച്ചാൽ മതി. നമ്മുടെ ഫോണെല്ലാം ചാർജ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അതെന്തായാലും വളരെ നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ കടൽ കണ്ടുകൊണ്ട് തന്നെ ഫോണിൽ ചാർജൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരുന്നാൽ ഫോണിൽ ചാർജും കയറും. അപ്പം നമുക്കൊരു മാനസിക സന്തോഷവും കിട്ടും അല്ലേ. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കല്ലിലാണ് നിറയെ ഞണ്ടുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നടന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ മീനുകൾ ഇങ്ങനെ നമ്മൾ അതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പം തന്നെ താഴെ ഇങ്ങനെ മീനുകൾ ഇഷ്ടംപോലെ വരുന്നത് കാണാം കേട്ടോ. അന്നേരം എല്ലാ പ്രാവശ്യവും അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിലും അവിടെ അങ്ങനെ ചൂണ്ടയൊന്നും ഇടുന്ന കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ കാണാൻ 2 പേര് അവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മനസ്സിൽ വിചാരിച്ചായിരുന്നു നമുക്ക് ഒരു ചൂണ്ടയുണ്ടായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെ ഇട്ടിരുന്നെങ്കിൽ മീനൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ ഈ കാണുന്ന സ്ഥലം അതിൻ്റെ സൈഡിലെല്ലാം കണ്ടോ നിറയെ മരങ്ങൾ, വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറിപ്പോൾ ഇപ്പം അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറേ ദൂരമൊക്കെ കടൽ ഒരുപാട് ദൂരെ കാണാൻ പറ്റും. അത് നല്ലൊരു സീനറിയാണ്. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്താണ് 2 പേര് നിന്ന് മീൻ പിടിക്കുന്നത് കണ്ടത് കേട്ടോ. അത് പക്ഷേ ഇച്ചിരി അപകടമുള്ള സ്ഥലം, അവിടെ എല്ലാം വലിയ പാറക്കെട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഈ മേളിലൊരു കൈവരിയൊക്കെ ഉണ്ട്. പക്ഷേ ആ കൈവരി അത്ര സേഫ് അല്ല. അതിൻ്റെ സൈഡിലൊക്കെ കയറൊക്കെ വെച്ചൊക്കെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുറേ മീനുകൾ ഇങ്ങനെ നല്ല നീല കളറിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ 2 പേര് അവിടെ നിന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം 3-4 പ്രാവശ്യം അവർ ചൂണ്ട ഇങ്ങനെ എറിയുന്നത് നമ്മൾ നോക്കി നിന്ന് കേട്ടോ. അപ്പോഴൊന്നും
അവരുടെ ചൂണ്ടയിൽ മീൻ കൊത്തിയില്ല. അതൊരു ചെറിയ ചൂണ്ടയായിരുന്നു, എന്ന് വെച്ചാൽ കുഞ്ഞു ചൂണ്ടയായിരുന്നു. അതുകൊണ്ടാവാൻ ചിലപ്പോൾ അവർക്ക് മീനൊന്നും കിട്ടാതിരുന്നത്. നമ്മൾ നേരത്തെ അസൈബ ബീച്ചിൽ പോയ സമയത്തിന് അവിടെ ആണെങ്കിൽ ഈ ചൂണ്ടകൾ തന്നെ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ അവർ വേറൊരു സൈസിലുള്ള വലിയ ചൂണ്ട എങ്ങനെ എറിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഒരുപാട് വലിയ മീനൊക്കെ കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഇവരുടെ ചൂണ്ട അത്ര കൊള്ളാത്തത് കൊണ്ടാന്ന് തോന്നുന്നു ഇവർക്ക് മീനൊന്നും കിട്ടിയില്ല. അതേപോലെ എന്തോ ഗോതമ്പ് മാവ് പോലുള്ള അത് ഉരുട്ടിയിട്ട് ഈ ചൂണ്ടയിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെയൊക്കെ ഒരു വിരലിൻ്റെ പകുതിയേ ഉള്ളൂ, അങ്ങനത്തെ ചൂണ്ടയാണ് ഇവർ എറിഞ്ഞത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അവർ മീൻ പിടിക്കുന്നത് കാണാനായിട്ട് ഞങ്ങൾ കുറേ നേരം ഒത്തിരി പ്രാവശ്യം എറിയുന്നത് നോക്കി, പക്ഷേ അവർക്കൊരു മീനും കിട്ടിയില്ല. അങ്ങനെ നേരം സന്ധ്യയാവാറൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അവിടെ തോനെ നേരമൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലും കൂടെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. അപ്പോൾ സന്ധ്യ ഇങ്ങനെ, അതായത് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങളെ അമ്പലവും കാണിക്കാം, മത്ര സൂക്കും കാണിക്കാം കേട്ടോ. അപ്പം മത്ര സൂക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാണാൻ ഇഷ്ടംപോലെ നമുക്ക് കാര്യങ്ങളും ഉണ്ട്, അതേപോലെ നല്ല ഭംഗിയാണ് അവിടെയുള്ള ഓരോ സാധനങ്ങളും കാണാനായിട്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നിങ്ങളെ നമ്മുടെ ഇവിടുത്തെ തന്നെ കൃഷ്ണൻ്റെ അമ്പലം അകത്ത് കാണിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ പുറത്തും കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ മത്ര സൂക്കും കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ മീൻ പിടിക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ പിന്നെ മരങ്ങളും മലയും ഒക്കെയാണ് ആ കാണുന്നത്. അവിടെ കാണാൻ നല്ലൊരു നമുക്ക് നല്ല വെയിലുള്ള സമയത്തൊക്കെ അവിടെ നല്ല തണലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ടേക്ക് കെയർ.